പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിരുന്നുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ ഈ ആഴ്ചയിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ചിന്തിക്കാം. ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി സങ്കീർത്തനങ്ങൾ 68 അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ഇവിടെ സങ്കീർത്തനം എഴുതുമ്പോൾ ഭക്തൻ പറയുന്നത്. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ എന്ത് ചെയ്യുന്നു? ചിതറിപ്പോകുന്നു. ഈ ഞായറാഴ്ചയിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ പറയുവാനുള്ള ദൈവത്തിൻ്റെ ആലോചന, നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ പലരും നമുക്ക് ശത്രുക്കളായി തീരുമ്പോൾ, ദൈവമേ എനിക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ, എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ, എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരുമില്ലയോ എന്ന് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. നാം സേവിക്കുന്ന നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമാണ്. ദൈവം എഴുന്നേറ്റാൽ നമ്മുടെ ശത്രുക്കൾ എന്ത് ചെയ്യും? ചിതറിപ്പോകാനിടയാകും. ദൈവത്തിന് മുമ്പിൽ ഒരു അന്ധകാര പൈശാചിക ശക്തികളും നിലനിൽക്കയില്ല. ദൈവപ്രവൃത്തിയുടെ മുമ്പിൽ ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശത്രുക്കൾ എന്ത് ചെയ്യും? ചിതറിപ്പോകുവാനിടയാകും. എന്ത് നല്ല പ്രത്യാശ നൽകുന്ന വചനമാണ്. നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവം. ഭക്തൻ 68-ാം സങ്കീർത്തനം എഴുതുമ്പോൾ പറയുകയാണ്, ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ എന്ത് ചെയ്യുന്നു? ചിതറിപ്പോകുന്നു. പുക പതറിപ്പോകുന്നത് പോലെ, തെറിച്ചു പോകുന്നത് പോലെ, തീയങ്കൽ മെഴുകുരുന്നത് പോലെ ദുഷ്ടൻ ദൈവസ്ഥൻ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റാൽ ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ നിൽക്കയില്ല. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഒട്ടനവധി വചനങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ കാണുവാൻ കഴിയും. ആദിമ നൂറ്റാണ്ടിലുള്ള ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ മറ്റാരുമില്ലായിരുന്നു, ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ദൈവം ഇറങ്ങി വന്നാൽ, ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റാൽ തീർച്ചയായും ശത്രുക്കൾ എന്ത് ചെയ്യും? തകർന്നു പോകും. വീണെടുത്ത് നിന്ന് നമ്മെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ വീണ് നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഒരു ഭക്തന് വേണ്ടി, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. നാം എഴുന്നേറ്റില്ലേലും, നാം ഒന്നും തന്നെ പ്രതികാരം ചെയ്തില്ലേലും, നാം മൗനം പാലിച്ച് മിണ്ടാതിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എഴുന്നേൽക്കുവാനിടയായി തീരും. നാം മൗനം പാലിച്ച് ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നാം ദൈവസ്ഥന് കരയട്ടെ, നാം പ്രാർത്ഥിക്കട്ടെ, ദൈവസ്ഥ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ദൈവഹിതത്തിനായി നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവയെ ശത്രുക്കൾ എന്ത് ചെയ്യും? ചിതറിപ്പോകും, നശിച്ചു പോകും. ദുഷ്ടൻ തീയങ്കൽ മെഴുകുരുന്ന പോലെ എന്ത് ചെയ്യും? ഉരുകിപ്പോകും. അപ്പൊ ശത്രു നശിക്കും. അപ്പൊ ദൈവം എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ ഇടയായി തീരണം. അപ്പൊ ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശത്രുക്കൾ എന്ത് ചെയ്യും? തകർന്നു പോകും. നമുക്കറിയാം, വിശുദ്ധ തിരുവെഴുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളില്ലാത്ത ആരുമില്ല. ദൈവം ശക്തമായി തന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന, ദൈവനാമത്തിന് വേണ്ടി ഓടുന്ന, വിശ്വസ്തയോടും നിഷ്കളങ്കതയോടും വിശുദ്ധിയോടും വേർപാടോടും പ്രാർത്ഥനയോടും ദൈവമായുള്ള ബന്ധത്തിൽ മുന്നേറുന്ന ഒരു ദൈവത്തിനെ തകർക്കുവാൻ ശത്രു ഒരുക്കുന്ന തന്ത്രങ്ങൾ ഒട്ടനവധിയാണ്. എന്നാൽ അതിന് നടുവിൽ ആ ഭക്തന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് പ്രവർത്തിക്കുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം, വിശുദ്ധ തിരുവെഴുത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചു കഴിഞ്ഞാൽ ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി എഴുന്നേറ്റ ചരിത്രങ്ങൾ ഒത്തിരി നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഓരോ സെക്കൻഡിലും, ഓരോ കാര്യാദികളിലും, ഓരോ അവസ്ഥകളിലും നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതേ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനുവേണ്ടി മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെന്നേറ്റ് ഇന്ന് നമ്മുടെ പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷാപാതം കഴിക്കുന്ന, പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവനായ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? എഴുന്നേൽക്കും. ആർക്ക് വേണ്ടിയാണ് ദൈവം എഴുന്നേൽക്കുന്നത്? വിശുദ്ധിയോടും വിശ്വസ്തയോടും നീതിയോടും നിഷ്കളങ്കതയോടും നീതിയോടും നല്ല രീതിയിൽ കൃപയിൽ ജീവിക്കുന്ന, ദൈവമായി ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ഭക്തന് വേണ്ടി എഴുന്നേൽക്കുവാൻ ദൈവം വിശ്വസ്തരായ ദൈവമാണ്. അപ്പോൾ തന്നെ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 54-55 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഇപ്രകാരമാണ് കാണാൻ കഴിയുന്നത്: ഇത് കേട്ടപ്പോൾ അവർ കോപപരിവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത്
യേശു നിൽക്കുന്നതും കണ്ടു. സ്തെഫാനോസിനെ ഒരു കൂട്ടം വ്യക്തികൾ, സുവിശേഷ വിരോധികൾ തന്നെ കല്ലെറിഞ്ഞ് കൊന്നുകളയാൻ നിൽക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ദൈവത്തിന്റെ മഹത്വത്തിൽ ഇരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ത് ചെയ്തു? താൻ കാണുവാനിടയായി. നിൽക്കുന്നത് താൻ കണ്ടു എന്ന് വെളിപ്പാടിൽ ആത്മാവിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? സ്തെഫാനോസ് പറയുകയാ. ഒരു പറ്റം ജനം തനിക്ക് വേണ്ടി കല്ലെറിയാൻ നിൽക്കുമ്പോൾ, തന്നെ കൊന്നുകളയാൻ നിൽക്കുമ്പോൾ അവൻ യേശുവിനെ കാണുവാനിടയായി. പ്രിയമുള്ളവരെ, പലരും നമ്മെ ദ്രോഹിക്കുമ്പോൾ, നമ്മെ തകർത്തുകൊള്ളാൻ കെണിയൊരുക്കുമ്പോൾ നാമും അങ്ങനെയാണ്. ആരെ നോക്കണം? നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നവനായ ദൈവത്തെ നാം നോക്കുവാനിടയായി തീരണം. അപ്പോൾ സ്തെഫാനോസിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു? എഴുന്നേറ്റു. ഇന്ന് പകൽക്കാ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, സൺഡേ ഞായറാഴ്ച മെസ്സേജ് ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി പ്രതിസന്ധിയുടെ നടുവിൽ എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കഷ്ടതകളും ഒറ്റപ്പെടലുകളും നിന്ദകളും പരിഹാസങ്ങളും കണ്ട് അവിടെ തന്നെ ഇരിക്കുന്ന ഒരു ദൈവമല്ല, നമുക്ക് വേണ്ടി എഴുന്നേറ്റ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സാഹചര്യം എന്തുമാകട്ടെ, അവസ്ഥകൾ ഏതുമാകട്ടെ, അതെ, നമ്മൾ ഇരിക്കുന്നിടത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ദൈവമുണ്ട്. വിശ്വസിക്കട്ടെ. ഈ ഞായറാഴ്ചയിൽ ഈ ദൂതേറ്റെടുക്കട്ടെ. നിങ്ങളുടെ അവസ്ഥകൾ എന്തുമാകട്ടെ, നമുക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. യേശു ക്രിസ്തു എഴുന്നേൽക്കുവാനിടയായി തീരും. എഴുന്നേറ്റ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്യും. ആ ഒരു പ്രത്യാശയോടെ ആയിരിക്കണം നാം ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. അതെ, പ്രതിസന്ധിയുടെ നടുവിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമല്ല, പിന്നെയോ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനം ഈ ഹൃദയത്തിൽ ഒന്നുറയ്ക്കട്ടെ. അതെ, നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചെതറിപ്പോകും. ദൈവം എഴുന്നേറ്റാൽ ദുഷ്ടൻ മെഴുകുകിൽ തീരുകുന്നത് പോലെ, തീയിൽ മെഴുകുരുന്നത് പോലെ എന്ത് ചെയ്യും? ഉരുകി പോകാനിടയാകും. ആകയാൽ ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം. ഈ ആഴ്ചയിൽ ഈ വചനം ഒരു ആശ്വാസവും അനുഗ്രഹവും ദൈവിക വിടുതലിനും കാരണമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചയിൽ ഈ വചനത്തിൽ നിന്ന് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.